ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നർ പേജ് എല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിനകത്ത് സെറ്റ് ചെയ്യാനുള്ളത് ലാസ്റ്റ് പേജാണ്. ലാസ്റ്റ് പേജുകളിൽ പൊതുവെ പരസ്യങ്ങളായിരിക്കും അല്ലേ, കവർ പേജ് വരുന്നത് ആഡുകളായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡുകൾ ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നേരെ ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. PSD ഫയൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും എഡിറ്റിംഗ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇമേജ് പ്ലേസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ആഡ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, പേസ്റ്റ് ചെയ്തു. ഓക്കെ, അതുപോലെ കവർ പേജ് ലാസ്റ്റ് പേജിലേക്ക് വരുമ്പോൾ അവിടേക്ക് നമുക്കൊരെണ്ണം പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആഡെല്ലാം ചെയ്തു. അപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ നോക്കിയാൽ ശരിക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ അതിനകത്ത്? മിസ്സിംഗ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ഇൻഡെക്സ് പേജ് ചെയ്തിട്ടില്ല അല്ലേ. ഇൻഡെക്സ് പേജ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പേജ് നമ്പർ വേണം അല്ലേ. പേജ് നമ്പറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പേജ് നമ്പർ ചെയ്യാം. ആ പേജ് നമ്പർ ചെയ്യാനായിട്ട് നമുക്ക് നേരെ പാരൻറ്റിലേക്ക് പോയിട്ട് മാസ്റ്റർ പേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ പേജ് എടുക്കുക. പേജ് എടുത്തിട്ട് അപ്പോൾ നമ്പർ വേണ്ട ഏരിയയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യണം. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ലെയർ എടുത്തു, പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തു. പേജ് നമ്പർ. ഓക്കെ, എന്നിട്ട് ടെക്സ്റ്റ് എടുത്തു. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്പെഷ്യൽ ക്യാരക്ടറിൽ പോവുക, മാർക്കറിൽ വരിക, കറണ്ട് പേജ് നമ്പർ. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. ഓക്കെ, അതുപോലെ മാഗസിൻ്റെ പേര് വേണമെങ്കിൽ അത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, മാഗസിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്തിട്ട് ടെക്സ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബൗണ്ടിങ് ബോക്സ് ഒന്ന് വലുതാക്കി. ഇനി അതുപോലെ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക, ഫോണ്ട് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ പേജിലേക്ക് നമുക്കിതിന് കോപ്പി ചെയ്ത് വയ്ക്കാം. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. പേജ് നമ്പർ എവിടെയാണോ വരേണ്ടത് അവിടേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ പേജിലേക്ക് വരണം. പേജിൽ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പേജിൻ്റെ നമ്പറെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, കുറച്ചുകൂടി താഴത്തേക്ക് ഇറക്കി വെക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും മാസ്റ്റർ പേജിലേക്ക് പോവാം, സെലക്ട് ചെയ്യണം, എന്നിട്ട് കുറച്ചൊന്ന് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ലാസ്റ്റ് പേജ്, അതായത് ലാസ്റ്റ് പേജിലും കവർ പേജിലും പേജ് നമ്പർ ആഡ് ആയിട്ടുണ്ട്. അവിടെ നമുക്കത് വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു പേജിനെ സെലക്ട് ചെയ്യാം. പേജിനെ സെലക്ട് ചെയ്തിട്ട് ഈ നൺ എന്ന് പറയുന്ന ഓപ്ഷനില്ലേ, നൺ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് നേരെ ആ പേജിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമ്മൾ കവർ പേജിന് മുമ്പത്തെ പേജ്, അതായത് ലാസ്റ്റ് പേജിലേക്കാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്പർ പോയി. അതുപോലെ തന്നെ കവർ പേജിലേക്കും ഇട്ട് കൊടുക്കുക. കണ്ടോ? ഓക്കെ അല്ലേ? അപ്പോൾ ഏതെങ്കിലും പേജിൽ നിന്ന് നമുക്ക് അതുപോലെ നമ്പർ കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നൺ എടുക്കുക, എന്നിട്ട് ഏത് പേജിലേക്കാണോ വേണ്ടത് ആ പേജിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ.